ഹലോ, രാധൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അമ്മ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു രാജമ കറിയാണ്. നിങ്ങൾക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടോ? ഇതുപോലത്തെ വലിയ കിഡ്നി ബീൻസ് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇത് നമ്മളിപ്പോൾ 6-7 മണിക്കൂർ കുതിർത്ത് എടുത്ത ബീൻസാണ്. ഇനി നമ്മളിത് കുക്കറിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുക്കർ വെച്ചിട്ട് കുക്കർ ഒന്ന് ചൂടായപ്പോൾ നമ്മൾ 2-3 സ്പൂണ് വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചു കൊടുക്കുവാണേ. ഇപ്പോൾ എണ്ണ വേണ്ടാത്തവർക്ക് ഓയിലും ഉപയോഗിക്കാമേ. ഞങ്ങളിവിടെ എണ്ണയാണ് എടുത്തേക്കുന്നത്, വെളിച്ചെണ്ണ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടായി വന്നു. ഇതിലേക്ക് നമ്മൾ 3 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു വലിയ കഷ്ണം കറുവപ്പട്ട എടുക്കുന്നുണ്ട്. അതിട്ട് കൊടുക്കാം. ഇവിടെ നമ്മൾ കടുക് വറക്കുന്നില്ല. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ആഹാരമാണ്. നമ്മൾ ഇത് കൂടുതലായിട്ടൊന്നും ഇവിടെ ഉപയോഗിച്ച് വരുന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ കടുക് പൊട്ടിച്ച് അതിനൊരു വേറൊരു ടേസ്റ്റായി മാറും. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ചെറിയ ജീരകമാണ് ചേർക്കുന്നത്. ഒരു 1/4 സ്പൂണ് ചേർത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കിന് നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ചേർക്കാം. പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കുഞ്ഞായിട്ട് റൗണ്ടി അരിഞ്ഞിട്ടുണ്ട്, അതും ചേർത്തൊന്ന് വരയ്ക്കാം. ഇനി മീഡിയം വലുപ്പത്തിലുള്ള 2 സവാള നീളത്തിൽ അരിഞ്ഞതുണ്ട്, അത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വരലട്ടെ. ഇത് നിങ്ങളെല്ലാവരും വീട്ടിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങളുടെയും ഫേവറേറ്റ് ആയി മാറും രാജമ്മ. ഇങ്ങനെ ഇളക്കി നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കണേ. ഇപ്പം നമ്മുടെ സവോളയൊക്കെ നിറം മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 2 വലിയ തക്കാളി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കാം. ഇതിന്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി മിക്സ് ചെയ്തോട്ടിരിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രേവിക്ക് നല്ല തിക്നെസ്സും പിന്നെ അറിയാമല്ലോ നല്ലൊരു പുളിരസവും ഒക്കെ കിട്ടും. നല്ലതാണ് ഇങ്ങനെ തക്കാളി പേസ്റ്റാക്കി ചേർക്കുന്നത്. ഇനി നമുക്ക് പൊടിവക ചേർത്ത് കൊടുക്കാമേ. ഇത് അമ്മ എടുത്തേക്കുന്നത് ഒരു മീഡിയം സ്പൂണിന്റെ അളവില് എരിയുള്ള മുളക് പൊടി 1 സ്പൂണും പിന്നെ കാശ്മീരി മുളക് പൊടി 1 സ്പൂണും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സ്പൂണിന് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുവാണ്. പിന്നെ ഗരം മസാല പൊടിച്ച് വെച്ചേക്കുന്നതും ചേർക്കുക. 1 സ്പൂണ് നിറച്ചും ചേർത്തു. ഇനി നമുക്ക് രാജമ ഇട്ട് കൊടുക്കാം. ഇത് കുതിർത്ത് കഴുകി വാരിയ രാജമ ഇട്ട് കൊടുക്കുക. നമുക്ക് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. ഇനി ഇത് വേകാൻ വേണ്ടി തിളപ്പിച്ച വെള്ളം ആണ് എടുത്തേക്കുന്നത്, അത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാം. നന്നായിട്ട് രാജമ്മ വേകണം. പച്ചമുളക് നന്നായിട്ട് വെന്ത് വരണം. എന്നാലേ നമ്മുടെ ഒരു രാജമ്മയുടെ രുചി അറിയാനും പിന്നെ ഒരു കൊഴുപ്പൊക്കെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് വേകാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഇനി അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം നമ്മൾ 3 വിസിൽ അടിച്ചിട്ട് ഓഫ് ചെയ്ത് വെച്ചിരുന്നാണ്. ഇപ്പൊ ആവിയെല്ലാം പോയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് തുറന്നു നോക്കാം. നമ്മുടെ രാജമ നന്നായിട്ട് വെന്തിട്ടുണ്ട്.
കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് വെന്ത് വരണം, എന്നെങ്കിൽ മാത്രമേ കറിക്ക്. ഇനി നമ്മള് മുമ്പേ ഉപ്പിടാൻ മറന്നായിരുന്നു. പിന്നെ അമ്മയാണെങ്കിൽ തുറന്ന് ഉപ്പിട്ട് വേവിച്ചാണ്. ഇനി നമുക്ക് ഇച്ചിരി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി വേറൊരു പാത്രത്തിലേക്ക് അമ്മ മാറ്റുകയാണ്. കണ്ടോ, നമ്മുടെ കറി നന്നായിട്ട് കുറുകി നല്ലതായിട്ട് വന്നിട്ടുണ്ട് വെന്ത്. അപ്പം നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഇത് ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ചപ്പാത്തിയുടെ കൂടെയും രാവിലത്തെ അപ്പത്തിന്റെ കൂടെയും ഒക്കെ നന്നായിരിക്കും. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതിന്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.